വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ലിപ്സ്റ്റിക് എങ്ങനെയുണ്ട് ഗൈസ്? ഇന്ന് നമ്മൾ ഒരു ട്രിപ്പ് പോവാണ് ഗൈസ്. ഇതൊന്നും പാളിഷായിട്ട് പിന്നെ ഞങ്ങൾ പോവാ. അതെ, ഞാൻ വിചാരിച്ച് പാക്ക് ചെയ്യുന്ന വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നതാണ് ഗൈസ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ പ്ലാൻ ഫ്ലോപ്പായി. എന്നിട്ട് പിന്നെ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തായിരുന്നു പോവാനായിട്ട്. പക്ഷെ ഇരിക്കാനുള്ള ടിക്കറ്റ് ഒക്കെ കിട്ടി. പക്ഷെ അത് ക്യാൻസൽ ചെയ്ത് നമ്മൾ പോകുന്നില്ലെന്ന് വെച്ചത് ക്യാൻസൽ ചെയ്തിട്ട് ഇപ്പം നമ്മൾ ലോക്കലിലാണ് കയറി പോകുന്നത് ഗൈസ്. എങ്ങനെയാവും എന്താവും ഞങ്ങൾ കടന്നു പോകും. 7:10 കേട്ടോ ട്രെയിൻ. അമ്പലപ്പുഴയിൽ 5:09 ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് ഓരോരോ അപ്ഡേറ്റുകൾ കാണാം. ഗൈസ്, അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ശരിക്കും എന്തിനാണ് ബാംഗ്ലൂർക്ക് പോകുന്നതെന്ന് പറഞ്ഞില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വോയിസ് കൊടുക്കുന്നത്. എൻ്റെ ചേട്ടൻ്റെ ഗ്രാജുവേഷനാണ്. അവൻ BBA പഠിക്കുമായിരുന്നു. അപ്പോൾ അവൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ആയി. അപ്പോൾ അതിൻ്റെ ഗ്രാജുവേഷന് വേണ്ടിയാണ് നമ്മളെല്ലാവരും കൂടെ പോകുന്നത്. അപ്പോൾ എന്തായാലും ബാംഗ്ലൂർ പോകല്ലേ. അപ്പോൾ ഒരു ദിവസം അവിടെ സ്റ്റേയും കൂടെ ചെയ്യാമെന്ന് പറഞ്ഞാണ് എല്ലാവരും കൂടെ പോകുന്നത്. ഗൈസ്, റിയയ്ക്ക് ആരും ചാറ്റ് ചെയ്യാനില്ല. സോ അവള് മെറ്റായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് ഗൈസ്. ശരിക്കൊരു കാര്യം നമ്മുടെ ട്രെയിൻ ഇപ്പോൾ വരും. 7:10 വരുന്നത്. പോകട്ടെ. അവനോട് ഞാൻ മിണ്ടത്തില്ല ഗൈസ്. അവൻ എൻ്റെ കൈയൊക്കെ അടിച്ചു. അതുകൊണ്ട് ഞാൻ അവനോട് മിണ്ടത്തില്ല. ഒരു പട്ടീനെ കണ്ടിട്ട് പട്ടിയുടെ പുറകെ പോവുക. ഞാൻ എൻ്റെ മുടിയൊക്കെ കെട്ടി വെച്ചു. നമ്മുടെ ട്രെയിൻ ഇപ്പോൾ വരും. എല്ലാവരും നമ്മളെ നോക്കുന്നുണ്ട്. ട്രെയിൻ ഇപ്പോൾ വരും. ട്രെയിനിൽ കയറി ഇരിക്കാനെങ്കിലും പോയിട്ട് നിൽക്കാനെങ്കിലും സ്ഥലം കിട്ടുമോ നമുക്ക് നോക്കാം. ഓക്കെ, ഞങ്ങൾ കാണിച്ചു തരാം. ട്രെയിനിൻ്റെ അകത്ത് സ്ഥലം ഉണ്ടെങ്കിൽ വീഡിയോ എടുക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ വീഡിയോ എടുക്കത്തില്ല. അങ്ങനെ നമ്മൾ ട്രെയിനിൻ്റെ അകത്ത് ഇരുന്നു. ഇവിടെ ആദ്യമൊന്നും ഇരിക്കാൻ സ്ഥലമില്ലായിരുന്നു. പിന്നെ നമുക്ക് സ്ഥലം റിയ അവിടെ ഇരിക്കുകയാണ് ഗൈസ്. ഹായ് റിയ, മരിയ. ഇവിടെ ലിയാനയുണ്ട്, അമ്മയുണ്ട്. എല്ലാവർക്കും ഇരിക്കാൻ സീറ്റൊക്കെ കിട്ടി. പക്ഷെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് നാളെ ബാംഗ്ലൂർ എത്തിയിട്ട് കാണാം. ഓക്കെ ഗൈസ്, ഇനി നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട് നമുക്കെടുത്ത റൂമിലോട്ട് പോകാൻ പോകണം. ഇവരെന്നെ വിളിച്ചില്ല. എന്തൊരു കണ്ണ് ഇങ്ങനെ ഇരിക്കുന്നത്? ഉറങ്ങിയില്ല ഗൈസ്. ഞാൻ ഉറങ്ങിയില്ല, ഇവിടുമാരൊക്കെ ഉറങ്ങി. ഞാൻ പറയാം, 4:30 കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഉറങ്ങി. എന്നിട്ട് 5:15 അത്രയെങ്കിലും ഉറങ്ങിയില്ല ഗൈസ്. ഒരു മണിക്കൂർ പോലും ഞാൻ ഉറങ്ങിയില്ല, 3/4 മണിക്കൂർ. ഓക്കെ ഗൈസ്, റൂമിൽ ചെന്നിട്ട് കാണാം. നമ്മളങ്ങനെ റൂമിൽ വന്നിട്ടുണ്ട്. ഞാൻ നമ്മുടെ റൂം കാണിച്ചു തരാം കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ കാണിച്ചു തരാം. പിന്നെന്തുവാ, ഇനി നമ്മൾ ഒരുങ്ങിയിട്ട് അവൻ്റെ കോളേജിലോട്ട് പോകണം. കോളേജ് നമ്മളെ കയറ്റുമോ ഇല്ലയൊന്നും നമുക്ക് അറിയത്തില്ല, കാരണം താമസിച്ചുകൊണ്ട്. പിന്നെ അപ്പോൾ നമുക്ക് ഇനിയും പോയി ഫ്രഷ് ആയിട്ടൊക്കെ ഒന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം എന്ന് പറയുന്നത്. ഇവിടെ എല്ലാവരും ഇങ്ങനെ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു TV ഉണ്ട്, നമ്മൾ ജാക്കി ചാൻ വെച്ചേക്കുവാണ്. പിന്നെ AC ഉണ്ട്, ഫാനുണ്ട്. പിന്നെ ഇതാണ് റൂം. പക്ഷേ ബെഡ്, പിന്നെ ഒരു ബെഡ് എക്സ്ട്രാ അവർ തന്നു. പിന്നെന്താ, ഇവിടെ ഇങ്ങനെ ഷെൽഫുണ്ട്, എന്തെങ്കിലുമൊക്കെ വെക്കാൻ ഗൈസ്. പക്ഷെ നമ്മളൊന്നും വെക്കുന്നില്ല. അവൻ അതിനകത്ത് ബാത്റൂമിൻ്റെ തിരികെ ഗൈസ്. അതാണ് കേട്ടോ സൗണ്ട് കേൾക്കുന്നത്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു വാഷ് ബേസിനുണ്ട്. പിന്നെ ഇവിടെ ഒരു ബാത്റൂമും ഉണ്ട്. ഓക്കേ, ഹായ് ഗൈസ്. അപ്പോൾ നമ്മൾ ഒരുങ്ങി നമ്മുടെ ഡ്രസ്സൊക്കെ ഇട്ട് നമ്മൾ വന്നിട്ടുണ്ട് ഗൈസ്. എൻ്റെ ഡ്രസ്സ് ഇതാണ്, ഉള്ള ഡ്രസ്സ് ഇതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ അവൻ്റെ കോളേജിലോട്ട് പോകണം. ഇപ്പം കുറേ വട്ടം വിളിച്ചു, എവിടെ വന്നില്ലല്ലോ. അവൻ രാവിലത്തെ ഫുഡ് പോലും കഴിച്ചില്ല ഗൈസ്. രാത്രിയാണ് ഭയങ്കര 8 മണിക്കാണ് കഴിച്ചത്. 12 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ ഗൈസ്, അപ്പം ചേട്ടായി ഉറങ്ങി, അത് കഴിക്കാനാണ് ഇങ്ങോട്ട് വന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും എൻ്റെ കോളേജിൽ പോയിട്ട് അവിടുത്തെ വീഡിയോ ഒക്കെ എങ്ങനെ എടുക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ പറ്റുന്നതൊക്കെ നമുക്ക് എടുക്കാം, നമ്മൾ ഫോട്ടോസ് എടുക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പോയിട്ട് വരാം ഗൈസ്. ഫൈനലി നമ്മൾ അവരുടെ കോളേജിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് അപമാനിച്ചു പോയി. എന്തിന്? ചേട്ടായി പറഞ്ഞു ഇവിടെ മൊത്തം പരിപാടി കഴിഞ്ഞ് നിങ്ങൾ വെറുതെ എന്നെ കണ്ടിട്ട് പോകണം പറഞ്ഞു. ഇവിടെ പരിപാടി തുടങ്ങിയിട്ട് പോലും ഇല്ല. അയ്യോ, ഇനി ഇവിടുത്തെ പ്രസംഗമൊക്കെ കാണുമ്പോഴത്തേനും ഉറക്കം വരും. ഇന്നലെ ഉറങ്ങിയില്ല. ഇവരല്ല, ഞാൻ ഉറങ്ങാത്തോണ്ട്. ഇവരൊക്കെ ഉറങ്ങി. ഞാൻ 1/4 മണിക്കൂർ അത്രയെങ്കിലും ഉറങ്ങിയില്ല. ഞാൻ അതുപോലും ഉറങ്ങിയില്ല. അപ്പം നമുക്ക്
പിന്നെ കാണാം. ഗൈസ് നമ്മളിവിടെ വന്നിട്ടുണ്ട് ഗൈസ്. നോക്കൂ ഇവിടെ മൊത്തം ആൾക്കാരാണ്. ഇതിനകത്ത് അവനെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാന്ന് അറിയത്തില്ല. സ്റ്റേജിൽ കയറി കഴിയുമ്പോഴത്തേക്കും നമ്മൾ കാണിച്ചു തരാം ഗൈസ്. ഓക്കെ, കുറച്ചും കൂടെ മുന്നിലോട്ട് പോയി നിൽക്കാൻ ഇത്രയൊക്കെ മതി. അവനെ കറക്റ്റായിട്ട് കാണാം. മുന്നിലോട്ട് പോയി നിൽക്കാൻ. ഗൈസ് ലുക്ക് ഗൈസ്, അവൻ ഇറങ്ങി വരുന്നുണ്ടോ ചേച്ചി? ഗൈസ് ലുക്ക് ഗൈസ്, അവൻ വരുന്നു ഗൈസ്. ഗൈസ് നിങ്ങൾ ഇതുവരെയായിട്ട് എൻ്റെ ചേട്ടനെ കണ്ടിട്ടില്ലല്ലോ. ഇതാണ് എൻ്റെ ചേട്ടൻ ഗൈസ്. അങ്ങനെ ഗ്രാജുവേഷനൊക്കെ ഗൈസ് ഒന്നും വിളിച്ചില്ല. അപ്പോൾ ഫ്രണ്ടിൽ പോകുന്ന ആൾക്കാരൊക്കെ തിരിഞ്ഞു നോക്കും ആരൊക്കെയാ. ഭയങ്കര ലിയാനി ഇപ്പൊ കാണാൻ എങ്ങനെയുണ്ട്? എന്താ പറയാൻ വന്ന അപ്പോൾ നമ്മുടെ ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നേരെ മുമ്പ് പോയി കിടന്നുറങ്ങണം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയും ബാംഗ്ലൂർ വിശേഷമായിട്ട് നമ്മൾ വേറൊരു വീഡിയോ ഇടുന്നുണ്ടാവും. സെയിം ഡ്രസ് ആയിരിക്കും. സെയിം ഡ്രസ്സൊന്നും ആയിരിക്കത്തൊന്നുമില്ല. നാളെ അല്ലേ ഇന്ന് പോകത്തില്ലേ? ഓക്കെ ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ.